മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പുണ്യ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പുണ്യമാസം എത്തിക്കഴിഞ്ഞു. റമദാൻ മാസത്തിൻ്റെ മുന്നൊരുക്കമായി ഇപ്പോൾ എല്ലാ വീട്ടിലും നല്ല തിരക്ക് പിടിച്ച പണികൾ ആയിരിക്കും എല്ലാ സഹോദരിമാർക്കും. അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ പൊടികൾ ഉണ്ടാക്കുന്ന തിരക്കും, അതുപോലെ വീട്ടിലെ എല്ലാ ജനലുകളും വാതിലുകളും അലമാരകളും മുക്കും മൂലയും എല്ലാം മാറാലയും പൊടിയും എല്ലാം തട്ടി അടക്കി വെക്കുന്ന തിരക്കിലായിരിക്കും എല്ലാ സഹോദരിമാരും. വീട്ടിലെ ക്ലീനിങ്ങും നനച്ചുളിയും കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനമാണ്. അതുപോലെ നനച്ചുളി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു പുതിയ വീടായി തോന്നും. വീടിന് നല്ല ഭംഗിയുള്ളതായി തോന്നും. വേണ്ടാത്ത സാധനങ്ങൾ പോയി ഒരുപാട് സ്ഥലവും ഒഴിഞ്ഞു കിട്ടും. ഇത് കാണുമ്പോൾ കൽബിൽ വല്ലാത്ത സന്തോഷമാണ്. വീട്ടിലെ നനച്ചുളി ചെയ്യുന്ന സമയത്ത് ഈ തിരക്ക് പിടിച്ച പണികൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സ്ഥലം മാത്രം ക്ലീനാക്കാൻ മറന്നുപോകും എല്ലാവരും. ആ സ്ഥലത്താണെങ്കിലോ എല്ലായിടത്തു നിന്നുള്ള കച്ചറകളും അഴുക്കും മാറാലയും പൊടിയും എല്ലാം കൂടി കറുത്ത് ഇരുണ്ടിരിക്കുകയാണ്. ഇത്ര അഴുക്ക് പിടിച്ചിട്ടും ഈ സ്ഥലം മാത്രം എന്താ നമ്മൾ കഴുകി വൃത്തിയാക്കാത്തത്? നമ്മൾ മറന്നു പോകുന്നതാണോ, അതോ വേണ്ടാന്ന് വെക്കുന്നതോ? വീട് വൃത്തിയാക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ സർവശക്തനായ റബ്ബ് നോക്കുന്നത് നമ്മുടെ വീട്ടിലേക്കല്ല, നമ്മുടെ കൽബിലേക്കാണ്. ഈ സ്ഥലം വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മുടെ ഒരു നോമ്പും ഒരു നിസ്കാരവും ഒരു ദുആയും സ്വീകരിക്കുകയില്ല. നമ്മുടെ കൽബിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മാറാലയും അഴുക്കും വേണ്ടാത്ത സാധനങ്ങളുമാണ് ഒന്നാമത്തേത്. മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ. ഈ അസൂയയെ നന്നായി കഴുകി വൃത്തിയാക്കി മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുന്ന കൽബാക്കി മാറ്റണം. രണ്ടാമത്തേത് അഹങ്കാരം. ഈ അഹങ്കാരത്തെ എടുത്തു കളഞ്ഞ് നമ്മുടെ കൽബിൽ കൊണ്ടുവന്നു വെക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ ചലനം പോലും നമ്മുടെ സൃഷ്ടാവിൻ്റെ ഔദാര്യമാണ്. ഞാൻ വലിയവൻ എന്ന ചിന്ത തോന്നുന്നുവെങ്കിൽ ഒരു നിമിഷം മതി അത് ഏറ്റവും ചെറുതാക്കി തരാൻ. മൂന്നാമത്തെ കാര്യം മറ്റൊരാളെ കുറ്റം പറയൽ. മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് സന്തോഷം കണ്ടെത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് എന്ത് കാര്യം കൊണ്ടാണോ മറ്റൊരാളെ കുറ്റം പറഞ്ഞത് ആ സെയിം സംഭവം 12 വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലും നടക്കും. അവർ അനുഭവിച്ച അതേ കാര്യം കൊണ്ട് നമ്മളും കരയേണ്ടി വരും. ഇനിയും ഒരുപാട് കറകളുണ്ട്. കളവ് പറയൽ, ദുഷിച്ച ചിന്തകൾ, ശത്രുത പുലർത്തൽ, അങ്ങനെ ഒരുപാട്. റമദാൻ മാസം എത്തുന്നതിന് മുമ്പ് വീടും പരിസരവും വൃത്തിയാക്കിയ പോലെ തൗബ എന്ന കണ്ണീര് കൊണ്ട് നമ്മുടെ കൽബും വൃത്തിയാക്കാൻ ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.